ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് ഹസൻ വൽ ഹുസൈൻ, അൽ ഹസൻ വൽ ഹുസൈൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ്. അപ്പോൾ ആര് മക്കളാണ്? അലി ഇബ്നു അബി താലിബും ഫാത്തിമ റളിയല്ലാഹു അൻഹന്റെ കുട്ടികളാണ് ഹസൻ വ ഹുസൈൻ. അപ്പോൾ ഹസനും ഹുസൈനിന്റെ വാപ്പ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമോൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമോന് മാത്രമല്ല, മൂത്താപ്പന്റെ മോനും, യാനി ഇബ്നു അമ്മെ യാനി അബു താലിബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയാണ്. അപ്പോൾ ബന്ധം കൊണ്ടും അതേപോലെ തന്നെ മകളെ കെട്ടിയതും അലി റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് അവരെ ഉമ്മ, ഹസനും ഹുസൈൻ്റെ ഉമ്മ ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകള്. ഇനി അവരെ ഉമ്മാമ ആരാണ്? ഉമ്മാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മന്റെ ഉമ്മ, ഖദീജ റളിയല്ലാഹു അൻഹ, യാനി ഉമ്മുൽ മുഅ്മിനീനിൽപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹന്റെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഉമ്മാമ ഖദീജ റളിയല്ലാഹു അൻഹ ആണ്. നമുക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളാണെന്നും നമുക്കറിയാം. അപ്പോൾ അത്രയും ഫദലുള്ളവരാണ് ഹസൻ വ ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബ് അഹ്ലിൽ ജന്ന. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബ അഹ്ലിൽ ജന്ന. ഇത് തിർമിദിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി അതിനെ സഹിയാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഹസനും ഹുസൈനും സ്വർഗത്തിലെ ഷബാബുകളെ, യാനി ഷബാബ് യുവാക്കളെ നേതാവാണ്. ഇത് ആഖിറത്തിലുള്ള പദവിയാണ് കേട്ടാ. ഇത് ആഖിറത്തിലുള്ള പദവി. ഇനി ഈ ദുനിയാവിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് ഇബ്ൻ അബി നുഅം ഉദ്ധരിച്ച ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കേട്ടു എന്ന് ഉദ്ധരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഹുമാ റൈഹാനതായ മിനദ്ദുനിയ. അവര് രണ്ടുപേരും ഹുമാ റൈഹാനതായ. റൈഹാൻ എന്ന് പറയുന്നത് എന്താണ്? റൈഹാൻ എന്ന് പറയുന്നത് നല്ല സുഗന്ധമുള്ള ചെടികൾ. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റൈഹാനെ കുറിച്ച് പറയുന്നത്, റൈഹാന എന്ന് പറയുന്ന ഈ ചെടി എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും അതിന് പല പേരുകളുമാണ്. അറബികളുടെ ഇടയിൽ തന്നെ ഷാമിലുള്ള റൈഹാനും വേറെയാണ്, ഈ ഹിജാസിലും ജസാനിലും അങ്ങനത്തെ പല വിഭാഗങ്ങളിലുള്ള ഈ ചെടി അതിന് പേര് വേറെയാണ്. പക്ഷെ എല്ലാത്തിനും റൈഹാൻ എന്ന് പറയും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നല്ല സുഗന്ധം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബേസിൽ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ബേസിൽ ലീവ്സ് എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ അതെന്താണ്? തുളസി എന്ന് പറയുന്ന സംഗതി. അതിൽ നല്ല സുഗന്ധമില്ല, നമുക്കത് സ്മെല്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംഗതി ആയിരിക്കും. അപ്പോൾ അതിനാണ് റൈഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ രണ്ടുപേരും റൈഹാനതായ ആണ് മിന ദുനിയ. ഈ ദുനിയാവിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എന്താണ്? റൈഹാനുകളാണ്. അപ്പോൾ അതിൽ ഇബ്ൻ ഹജർ അസ്ഖലാനി യാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് എന്താണ്? അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? അവരെ ചുംബിക്കും, അവരെ മണക്കും, അവർക്ക് നല്ല മണം ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഹസനും ഹുസൈനെ എടുത്തിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഇഷ്ടമായിരുന്നു ഹസനെയും ഹുസൈനെയും പേരക്കുട്ടികളെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദുനിയാവിലത്തെ റൈഹാനകളായിട്ട് ആണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവർക്ക് ഇവരെ പദവി ഇതായിരുന്നു. സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്നെ ഒരു മലക്ക്, യാനി മഴേന്റെ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വരുമ്പോൾ അതിൽ സലമനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മഴേന്റെ മലക്ക് വന്ന് കാണണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമനോട് പറയും, ആരെയും അകത്തേക്ക് കയറ്റാൻ പാടില്ല, അവിടെ അവർ മീറ്റിംഗ് നടക്കുകയാണ്, ഈ മലക്കിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹസനും ഹുസൈനും കയറി വരും. ആർക്കും തടയാൻ പറ്റൂല, സലമക്കും തടയാൻ പറ്റൂല. ഇത് സലമ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ്. എന്നിട്ട് അവർ വന്ന് കയറി ചാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്ന് ചാടിയിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചുംബിക്കും. ഇതൊക്കെ കാണുമ്പോൾ മലക്ക് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് ഇവർ ഇഷ്ടമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തീർച്ചയായിട്ടും. അന്ന് രണ്ടുപേരും ഉണ്ടോ അതോ ഹുസൈൻ മാത്രമാണോ? പക്ഷെ ഇതാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ മലക്ക് പറയും, എന്നാൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പേരക്കുട്ടി എന്താണ്? ഷഹീദാവും എന്ന് അവിടെ അറിയിപ്പ് നൽകും. എവിടെയാണ് മരണപ്പെടുന്നത്, ആ മണ്ണ് നിനക്ക് കാണണോ എന്ന് ചോദിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആ മലക്ക് എന്താണ് കൈ പിന്നെ ഭൂമിമേൽ ഇങ്ങനെ കുത്തിയിട്ട് കൈ എടുത്ത് കയ്യിൽ വരുന്ന മണ്ണ് ഇതാണ് ആ മണ്ണ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കും. അത് കർബലാന്റെ മണ്ണാണെന്ന് പറയും. എന്ന് പറയുന്നു. ആ റിവായത്തിൽ പറയുന്നില്ല കർബല എന്നുള്ളത്, പക്ഷെ അത് കർബലാന്റെ മണ്ണായിരുന്നു എന്ന് പറയുന്നു. അല്ലാഹു അലം. തയ്യിബ്. അപ്പോൾ ഇതിൽ ഉലമാക്കൾ തെളിവ് പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാവോ എന്നുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉണ്ടായിരുന്നു ഈ വഴി. അപ്പോൾ ഷഹീദാവുന്നത് അറിയാണ്ടല്ല, ഓൾറെഡി അറിയുന്ന ഒരു സംഗതിയാണ് എന്ന് ഉലമാക്കൾ പറയുന്നു. ഇത് സലമ കണ്ടതാണ് ഈ രംഗം. അതുകൊണ്ട് നമുക്ക് കാണാം, സലമ റളിയല്ലാഹു അൻഹ സഹാബികളിൽ പിന്നെ സ്ത്രീകളെ കൂട്ടത്തിൽ സഹാബിയാത്തിൽ കൂടുതൽ ജീവിച്ച സഹാബിയത്താണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് നടക്കുന്ന സമയത്ത് സലമ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് സലമക്ക് എന്തുണ്ടാവും? നല്ല
ദുഃഖം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ രംഗം കണ്ട സഹാബിയത്താണ് സലമ. എന്നിട്ട് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തായതും അറിഞ്ഞപ്പോൾ നല്ല ദുഃഖം ഉണ്ടായി. നാം അതിനുശേഷമാണ് പിന്നെ സലമാന്റെ വഫാത്താവുന്നതും. നാം